റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനുമോളാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കുകയാണ്. തന്റെ ഏട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം താനാണ്, തന്റെ അച്ഛൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കണ തന്നെയാണ്, താൻ കാരണം ഒരുപാട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം അറിയാതെ സംഭവിച്ചതാണ്, എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആപ്പിളൊക്കെ മുറിക്കാൻ വേണ്ടി ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ മുറിക്കാൻ പോണ സമയത്ത്, വെയിൻ കട്ട് ചെയ്യാൻ പോണ സമയത്താണ് അനുമോളെ 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 വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവിടേക്ക് വരുന്ന കേട്ടോ. വാതിൽ തുറക്കുമ്പോഴേക്കും അനുവിനോട് ചോദിക്കണ്ടേ, നീ എന്താ ഇത്ര നേരം വാതിൽ തുറക്കാൻ എടുത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ റൂമിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ലെറ്റർ കാണുന്നത്. മീനാക്ഷി വേഗം വന്ന് ലെറ്റർ എടുത്തിട്ട് അത് വായിച്ചു നോക്കാണ്. അനുവിനെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇത് എന്തുദ്ദേശിച്ച അനു? നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനാവുന്നാണ് നിന്റെ വിചാരം? ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് നിന്റെ വിചാരം? എനിക്ക് പറ്റുന്നില്ല ഏടത്തി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ദേവിയടുത്തിലെ വിഷമം, ആനന്ദേട്ടന്റെ വിഷമം, ഈ കുടുംബത്തിലെ വിഷമം, അച്ഛൻ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട്, അതെല്ലാം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ ഈ വിഷമങ്ങളൊക്കെ എല്ലാവരുടെയും പോകുമെന്നാണ് നിന്റെ വിചാരം? നീ മരിച്ചോടുകൂടി എല്ലാത്തിനും പരിഹാരം ആവുന്നതാണ് നിന്റെ വിചാരം? അനു, ഇതൊക്കെ സാഹചര്യമൊക്കെ മാറി വരും, നാളൊരു സമയത്ത് എല്ലാം ഓക്കെ ആവും. എടുത്തിട്ടത്തിന് പുറത്ത് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തോന്നും, പക്ഷെ അതൊക്കെ വേണ്ട അനു, അതൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മീനു. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ കാണാൻ പോണത് അനു വീണ്ടും ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുവാട്ടോ. പിന്നീട് ദേവീനെ ഫേസ് ചെയ്യാൻ പോലും എനിക്ക് വയ്യ. കാരണം വെച്ചാല് ദേവി എങ്ങനെയായിരിക്കും പ്രതികരിക്കണത്? തന്നോട് വെറുപ്പായിരിക്കോ, തന്നോട് ദേഷ്യമായിരിക്കോ, തന്നോട് മിണ്ടത്തില്ലേ, അടിക്കോ എന്നും അറിയത്തില്ലല്ലോ. പക്ഷെ അനു എന്നാലും പേടിച്ച് ദേവിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ദേവി മീനു മാത്രമേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. ദേവിയുടെ റൂമിൽ പോയിട്ട് ഇങ്ങനെ പതുക്കെ ഒളിഞ്ഞു നോക്കുവാണ് നമ്മുടെ അനു കേട്ടോ. അത് മീനാക്ഷി കാണുന്നുണ്ട്. ആരാ അത്? അനുമോളാണോ? അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അനു പെട്ടെന്ന് തന്നെ ഓടി വന്ന് ദേവിയുടെ കാലുകളെ വീണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ. ദേവിയെടുത്തി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ദേവിയെടുത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള അർഹത പോലും ഇല്ല, എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ദേവിയെടുത്തി, ഞാൻ കാരണം ദേവിയെടുത്തിക്ക് ഇതൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ ദേവി അനുവിനെ വിളിച്ച് അടുത്തേക്ക് ഇരുത്തുന്നുണ്ട്. മോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്? ഇതൊക്കെ നടക്കണോന്ന് വിധിയായിരിക്കും, അതങ്ങനെ നടന്നേ ഉള്ളൂ. പിന്നെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം മോളെ, നീ വിഷമിക്കണ്ട. നീ എന്താ ഏടത്തിനെ കാണാൻ വരാത്തെന്ന് ആലോചിച്ചിട്ട് ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഏടത്തിനെ മോൾക്ക് ഇഷ്ടമല്ല, മറന്നൂന്ന്, കുഞ്ഞ് നഷ്ടപ്പെട്ടോണ്ട് ഇനിയിപ്പോ ഏടത്തിന് ആവശ്യമില്ലെന്ന് വിചാരിച്ചു. എന്തിനാ എടുത്ത് ഇങ്ങനെയൊക്കെ വിചാരിക്കണത് എന്ന് മീന് ചോദിക്കുമ്പോ ദേവി പറയണ്ടല്ല, കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴേ ആനന്ദേട്ടൻ എന്നെ വേണ്ടല്ലോ, അതുപോലെ ആർക്കൊക്കെ എന്നെ വേണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. മീന് പറയേണ്ടതേ, ആർക്കൊക്കെ വേണ്ടെങ്കിലും ശരി, എനിക്ക് ദേവിയെടുത്തിനെ വേണം, ഈ വീട്ടിലെ അച്ഛനെ വേണം, അമ്മക്ക് വേണം, ആര്യന്, ആകാശിന്, അനുമോൾക്ക് വേണം, എല്ലാവർക്കും വേണം. മിത്ര ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞെങ്കിൽ അവൾക്കും ഇത് താങ്ങാൻ പറ്റില്ല. നോക്ക്, ദേവിയെടുത്തിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആനന്ദേട്ടന്റെ അവസ്ഥ ദേവിയെടുത്തേക്ക് അറിയാലോ, അത്രമാത്രം കുഞ്ഞിനെ സ്നേഹിച്ച വ്യക്തിയാണ്. അപ്പൊ ആ വിഷമമൊക്കെ ഒന്ന് ഇതാവാൻ കുറച്ച് സമയം എടുക്കും. ദേവിയെടുത്ത് വിഷമിക്കേണ്ട, എല്ലാം ഓക്കെ ആവും ദേവിയെടുത്തി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവി എല്ലാം ഇങ്ങനെ സമാധാനിച്ച് കേൾക്കാണ്. അപ്പൊ ദേവിയെടുത്ത് പറയുന്നുണ്ട്, മീനു, അനുമോള് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ്, ഞാൻ കറക്റ്റ് സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ അനുമോള് ഇപ്പൊ മരിച്ചാനെ എന്നൊക്കെ പറയുമ്പോ ദേവി പറഞ്ഞിട്ട്, മോളെ അങ്ങനെ നീ ചെയ്യലേ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടായിരുന്നില്ലേ, ആ കുഞ്ഞും എനിക്ക് നീയൊക്കെ ഒരുപോലെ തന്നെയാണ്, എന്റെ മക്കള് തന്നെയാണ് നീയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴാണ് അനുവിനൊരു സമാധാനം ആവട്ടോ. പക്ഷെ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ ഇത് കേട്ട് അപ്പൊ തന്നെ ആകാശിനോട് പോയി പറയാണ്. ആകാശും ആര്യനും കൂടി അലോകിനെ ഇപ്പൊ തന്നെ തീർക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് പുറപ്പെടാൻ വേണ്ടി പോകുവാണ് നാളാട്ടോ. പക്ഷെ അത് മാത്രല്ല, നമ്മുടെ അനുമോളാണെങ്കിൽ ഇന്ന് മീനുവിനോട് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അലോകിനെ വിളിച്ചു വരുത്തിയത് ഞാനല്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ മീനുവിന്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സുകന്യാണോ ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനുവിന് ഒരു സംശയമുണ്ട്. കാരണം ഇത് മിത്ര അറിയാമെങ്കിൽ മിത്ര പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും ഇതിനെല്ലാം പിന്നിൽ സുകന്യാണെന്ന്. അതുകൊണ്ട് തന്നെ മിത്ര വന്നേ പറ്റൂ. കാരണം മിത്രക്ക് പോലീസ് ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. അലോകിനെ വിളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അലോകായിട്ട് എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ചാണ്. പിന്നെ എങ്ങനെയാണ് ബാലനും ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അലോക് അവിടെ വന്നത്? അപ്പൊ അവിടുത്തെ ഒരു ചാരത്തി എന്തോ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ലേ അങ്ങനെയാണ് സുകന്യനെ കണ്ടുപിടിക്കാൻ പോണത്. അതിന് നമ്മുടെ മിത്ര വരണം. എന്തായാലും മിത്ര വരുമ്പോഴേക്കും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. സുകന്യയുടെ കള്ളക്കളി വലിച്ചു കീറി വെളിയിലേക്ക് തള്ളാൻ പോവാണ് നമ്മുടെ മിത്ര കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഫ്രണ്ട്സ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോണത്. പിന്നെ ഈ ആഴ്ച ദേവിനെ മാക്സിമം ആനന്ദ് ഇങ്ങനെ ഒരുപാട് അവോയ്ഡ് ചെയ്യും, ഒരുപാട് വഴക്ക് പറയും. അതൊക്കെ ഈ ആഴ്ച കൂടി ഉള്ളു. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും പതുക്കെ ഓക്കെ ആയിട്ട് വരും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.